കടുത്ത മുസ്ലിം വിരുദ്ധതയ്ക്ക് പേരുകേട്ട കുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകനും വ്യാജ വാർത്തയ്ക്ക് ജയിലിൽ കഴിയുകയും ചെയ്ത വ്യക്തിയെ ദൂരദർശന്റെ പ്രോഗ്രാം ചുമതലക്കാരനാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതും കോടികൾ വാർഷിക വരുമാനം നൽകിക്കൊണ്ട്. ആ ജോലിയുടെ സ്വഭാവമാണ് അതിലേറെ രസകരം. ആരാണ് ഇദ്ദേഹം എന്ന് ചോദിച്ചാൽ സുധീർ ചൗധരിയാണ്. സുധീർ ചൗധരിയെ അറിയില്ലേ? സംഘപരിവാർ അനുകൂല ഹിന്ദി ചാനലായ ആജ് തക്കിൻ്റെ പ്രൈം ടൈം അവതാരകനായാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയം. ദേശീയ തലത്തിൽ വർഗീയതയും വംശീയതയും പ്രചരിപ്പിക്കുന്നതിന് കുപ്രസിദ്ധി നേടിയ ആളുകൂടിയാണ് ഇദ്ദേഹം. വർഗീയതയും വ്യാജവാർത്തയും നൽകിയതിൻ്റെ പേരിൽ 2 തവണ ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇനി ജോലിയെപ്പറ്റി പറയാം. സർക്കാർ ചാനലായ ദൂരദർശനിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം. ആഴ്ചയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന, കേവലം ഒരു ദിവസം 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു സംഭാഷണ പ്രോഗ്രാം. പ്രസാർ ഭാരതി ബോർഡുമായി ചേർന്നുണ്ടാക്കിയ കരാർ പ്രകാരം ഒരു വർഷം ഇദ്ദേഹത്തിന് 15 കോടി രൂപ ലഭിക്കും. ഒരു വർഷം കഴിഞ്ഞാൽ കരാർ പുതുക്കും. ആ സമയം 10% വർധനവുമുണ്ടാകും. ചൗധരിയുടെ നേതൃത്വത്തിലുള്ള എസ്പ്രീത് പ്രൊഡക്ഷൻസ് ആണ് ഇനി ദൂരദർശനിൽ പ്രോഗ്രാം അവതരിപ്പിക്കുക. ദൂരദർശൻ നമുക്കറിയാം, ഭരണാധികാരികളുടെ ഉൾപ്പെടെ അറിയിപ്പും അഭിമുഖങ്ങളും പൊതുകാര്യങ്ങളുമൊക്കെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അതിൻ്റെ തലപ്പത്താണ് വ്യാജവാർത്തയ്ക്ക് കുപ്രസിദ്ധി നേടിയ, വ്യാജവാർത്ത നൽകിയതിന് 2 തവണ ജയിൽ ശിക്ഷ അനുഭവിച്ച ചൗധരിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു തവണ ഒരു സ്കൂൾ അധ്യാപികയ്ക്കെതിരെയാണ് വ്യാജവാർത്ത നൽകിയിരുന്നത്. സ്കൂൾ കുട്ടികളെ വേശ്യാവൃത്തിക്ക് നിയോഗിച്ചു എന്ന അതിക്രൂരമായ ഒരു വാർത്ത അദ്ദേഹം ചമച്ചു. 2008 സുധീർ ചൗധരി ജയിലിലാവുകയും ചാനൽ നിരോധിക്കുകയും ചെയ്തു. പിന്നീട് ജാമ്യം നേടിയ ശേഷം BJP സഹയാത്രികനായ സുഭാഷ് ചന്ദ്രയുടെ ചാനലായ സി ന്യൂസിലെത്തി. ജിണ്ടാൽ ഗ്രൂപ്പിൽ നിന്ന് 100 കോടി രൂപ കൈക്കൂലി ചോദിച്ച് വീണ്ടും ജയിലിലായി. 2023 സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ബാംഗ്ലൂരു പോലീസും ചൗധരിക്കെതിരെ കേസെടുത്തിരുന്നു. ആ ചൗധരിയാണ് ഇനി ദൂരദർശനിൽ പ്രത്യക്ഷപ്പെടുക.